തെലുങ്ക് സിനിമാ ലോകത്ത് പോലും എമ്പുരാൻ ഇത്രയധികം ചർച്ചാ വിഷയമാകാൻ എന്താണ് കാരണമെന്ന ചോദ്യവുമായി ഒരു മാധ്യമപ്രവർത്തക പ്രൊമോഷൻ പരിപാടിക്കിടെ എത്തിയത് ശ്രദ്ധേയമായി. എന്നാൽ ഈ ചോദ്യത്തിന് മലയാള സിനിമയുടെ അഭിമാന താരങ്ങളായ മോഹൻലാലും പൃഥ്വിരാജും നൽകിയ മറുപടി കേട്ട് സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അഭിമാനം നിറയ്ക്കുന്ന വാക്കുകളായിരുന്നു മോഹൻലാലിൻ്റേത്. എല്ലാ സംസ്ഥാനങ്ങളിലെ സിനിമകളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. സിനിമാ ഇൻഡസ്ട്രി ഒരു വലിയ കുടുംബം പോലെയാണ്. അവിടെ ഭാഷയുടെ അതിർത്തി വരമ്പുകൾക്കപ്പുറം നമുക്ക് ഒരുമിച്ച് മനോഹരമായ സിനിമകൾ സൃഷ്ടിക്കാൻ സാധിക്കും, മോഹൻലാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇന്ത്യൻ സിനിമയുടെ സൗഹൃദത്തെയും സഹകരണത്തെയും എടുത്തു കാണിക്കുന്നതായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് ഇതിനൊരു പടി കൂടി കടന്ന് തന്റെ പ്രവർത്തനങ്ങളെ ഉദാഹരണ സഹിതം മാധ്യമപ്രവർത്തകയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഞാനാണ് കേരളത്തിൽ സലാർ വിതരണം ചെയ്തത്. എന്റെ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ KGF 2 വിതരണം ചെയ്തത്, പൃഥ്വിരാജ് തറപ്പിച്ചു പറഞ്ഞു. ഭാഷാഭേദമില്ലാതെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണെന്നും മലയാളം, തെലുങ്ക് എന്നിങ്ങനെ വേർതിരിവുകളില്ലാതെ ഗ്ലോബൽ സിനിമ എന്ന ആശയവുമായി മുന്നോട്ടു പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. മോഹൻലാലിന്റെ വിനയവും പൃഥ്വിരാജിന്റെ ആത്മവിശ്വാസവും നിറഞ്ഞ ഈ മറുപടി സിനിമാ ലോകത്തെ സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറി. ഒരു ഭാഷയുടെ സിനിമയ്ക്ക് മറ്റൊരു ഭാഷയിൽ ലഭിക്കുന്ന ഈ അഭൂതപൂർവമായ സ്വീകാര്യത ഇന്ത്യൻ സിനിമയുടെ വളർച്ചയുടെയും ഐക്യത്തിന്റെയും സൂചനയാണ്. എമ്പുരാൻ എന്ന സിനിമ ഇതിനോടകം തന്നെ ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ സംശയമില്ല. ഈ മറുപടി കേട്ടതോടെ സിനിമയുടെ ഹൈപ്പ് വീണ്ടും ഉയർന്നു എന്ന് നിസ്സംശയം പറയാം. മോഹൻലാലും പൃഥ്വിരാജും നൽകിയ ഈ വാക്കുകൾ ഓരോ സിനിമാ പ്രേമിയുടെയും ഹൃദയത്തിൽ രോമാഞ്ചമുണർത്തുന്നതായിരുന്നു.